ചെമ്പരത്തിപ്പൂ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 10-12 പൂവ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഞാനിത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇത് കുടിച്ചിട്ടുണ്ട്. അടുത്ത വീട്ടിൽ അവരുണ്ടാക്കിയിട്ട് എനിക്ക് തന്നിട്ടുണ്ട് കുടിക്കാനായിട്ട്. അന്ന് മുതലേ വിചാരിക്കും ഇത് ഉണ്ടാക്കണം, പക്ഷെ നടന്നിട്ടില്ല. പിന്നെ അത് നമ്മളങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ ചിലപ്പോൾ സമയത്ത് ഓർമ്മ വരും, പിന്നെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് അത് ചെയ്യാൻ പറ്റിയത് എനിക്കത്. കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഒരു ഗ്ലാസ്സിന് 1-2 സ്പൂൺ പഞ്ചസാര മതിയാവും. അവനവന് ആവശ്യമുള്ള മധുരം അത്ര തന്നെ. അത് ചൂടായി വരുമ്പോൾ തന്നെ എൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ. പൂവിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അവസാനം നല്ല തിളച്ച് വരുമ്പോൾ ഇങ്ങനെയാവും, പൂവ് ഇങ്ങനെയാവും. എന്നിട്ടത് അരിച്ചെടുക്കുക. ഞാൻ ഇന്നത് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കുറച്ച് സമയം കുറച്ച് തണുപ്പാവുന്ന വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുക. പിന്നെ എന്നിട്ട് ഞാനിപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കളർ വരുന്നത്. നമ്മളല്ലാതെ തിളപ്പിച്ചെടുക്കുമ്പം ആ പൂവിൻ്റെ കളർ വെള്ളത്തിന് എന്തായിരുന്നാലും കാണത്തില്ല. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പം ഒരു മാജിക്ക് പോലെയാണ്. അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ വരും. കണ്ടോ, നല്ല കളറല്ലേ? പക്ഷെ കാണുമ്പം ചിലർ കുടിക്കാൻ മടിയായിരിക്കും. ഇത് കണ്ടോ, ഇത് രണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ? നാരങ്ങ നീര് ഒഴിച്ചതും ഒഴിക്കാത്തതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ.